നമ്മളിനി മനസ്സിലാക്കേണ്ട അടുത്ത ടോപ്പിക്കാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നെക്സ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രത്യുൽപാദനപരമായ ആരോഗ്യം എന്നാണ് അതിൻ്റെ കറക്റ്റ് മലയാളം. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിത്ത് നോർമൽ ഫങ്ഷൻസ് ആണ്. നോർമൽ ഫങ്ഷൻ പെർഫോം ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഹെൽത്തി ആയിട്ട് വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് ആദ്യം നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കയറി ചോദിച്ചില്ല, മിക്കപ്പോഴും ആനുവൽ എക്സാമിനേഷന് കയറി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനപ്പെരുപ്പം, അതാണ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് സെറ്റ് ടു ബി ആണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ കോസസ്, അതുപോലെ ഈ എഫക്ട്സ്, അതുപോലെ കൺട്രോളും, ഇത് മൂന്നുമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് മൂന്നൂടെ ഷോർട്ടസ്റ്റേ പോലെ ചോദിക്കത്തില്ല, ഇതിലേതെങ്കിലും ഒരെണ്ണേ ചോദിക്കത്തുള്ളൂ. കൂടുതലും ചോദിക്കുന്നത് കൺട്രോളാണ്. അപ്പം കോസസ് എന്ന് പറയുമ്പോഴത്തേനെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മ വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. പോപ്പുലേഷൻ എക്സ്പ്ലോഷനുള്ള പ്രധാനപ്പെട്ട റീസൺസ് അത് നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്, നമ്മുടെ വീഡിയോസിനകത്ത് പറയുന്നുണ്ട്. മെഡിക്കൽ അറ്റൻഷൻ ഹെൽത്ത് കെയർ നല്ല രീതിയിൽ കിട്ടുന്നു, അതുപോലെ മെഡിക്കൽ സയൻസ് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിലൂടെ ഫുഡ് പ്രൊഡക്ഷൻ ലെവൽ 1 നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്, അതുപോലെ വാക്സിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, പിന്നെ കൺട്രോൾ ഓഫ് വെക്ടേഴ്സ്, ഇങ്ങനെ കുറേ റീസൺസാണ് കയറി വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ എഫക്ട്സ് എങ്ങനെയാണെങ്കിലും ജനപ്പെരുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ, അത് നമ്മൾ താഴ്ന്ന ക്ലാസ് കൂട്ടേ നമ്മൾ കേൾക്കുന്ന, നമുക്ക് ഇഷ്ടം പോലെ എഴുതാൻ പറ്റും അതിനെക്കുറിച്ച്. പക്ഷേ കൺട്രോളാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ കൺട്രോൾ എന്താണെന്ന് പറയാം, ജസ്റ്റ് എന്ന് പറയാം, കൺട്രോൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കൺട്രോൾ. അതിലൊന്നാമത്തെയാണ് റേസിംഗ് ഓഫ് മാരേജബിൾ ഏജ്, 2 പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ, അടുത്തത് കൗൺസിലിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ്, പിന്നെ യൂസ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്. ഇങ്ങനെ വളരെ കുറച്ച് മാർഗങ്ങളാണ്. അതുപോലെ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം, ഇങ്ങനെ വളരെ കുറച്ച് മെത്തേഡുകൾ മാത്രമേ ഉള്ളൂ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൺട്രോൾ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെക്കുക. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് തൊട്ടടുത്ത മനസ്സിലാക്കേണ്ട സംഭവമാണ് ഏത്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ, അതിനെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നറിയപ്പെടുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കി വായിക്കുക. ഈ ടോപ്പിക്ക് എന്താണെന്ന് നമ്മളൊന്ന് നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്, പിന്നെ അത് കൂടാതെ നമ്മുടെ വീഡിയോസ് ഉണ്ട്, അതൊന്ന് ശരിക്ക് മനസ്സിലാക്കിയെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കയറി വരുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതിൽ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്, അതാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തെയാണ് നാച്ചുറൽ മെത്തേഡ്സ്, അടുത്തത് ബാരിയർ മെത്തേഡ്സ്, അടുത്തത് ഇൻട്രാ യൂട്രിൻ ഡിവൈസ്. കണ്ടോ, അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. മെയിനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന 1, 2, 3 ഈ കൊടുത്തിരിക്കുന്ന 6 മെത്തേഡ്സാണ് മെയിനായിട്ട്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് മെയിനായിട്ട് 6 എണ്ണമാണ്. അതിലൊന്നാമത്തെയാണ് നാച്ചുറൽ മെത്തേഡ്സ്. അപ്പോൾ ഈ നാച്ചുറൽ മെത്തേഡ്സ് ഏതാണെന്ന് അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അത് ഏതാണെന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്. നാച്ചുറൽ മെത്തേഡ്സ് ഏതൊക്കെയുണ്ട്? ഒന്ന്, നാച്ചുറൽ മെത്തേഡ്സ് തന്നെ 3 എണ്ണം ഉണ്ട്, അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലാക്ടേഷണൽ അമിനോറിയ, 2 പീരിയോഡിക് അബ്സ്റ്റിനൻസ്, പിന്നെ വിഡ്രോവൽ മെത്തേഡ്. ഇങ്ങനെ നാച്ചുറൽ മെത്തേഡ്സിനെ നമ്മൾ വീണ്ടും 3ആയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. ബാരിയർ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേനും ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചില ബാരിയേഴ്സ് നമ്മൾ ചില കോപ്പുലേഷൻ ടൈമിൽ
ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചില ഡിവൈസുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഡിവൈസിനകത്തായിരിക്കും പോയി ഈ മെയിൽ ഗമേറ്റ്സ് വന്ന് കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. അതാണ് കോപ്പുലേഷൻ ടൈമിൽ ചില ഡിവൈസുകൾ യൂസ് ചെയ്യുക. പിന്നെ അടുത്തത് മൂന്നാമത്തെ ഇൻട്രാ യൂട്രിൻ ഡിവൈസാണ്. ഇത് നമ്മൾ യൂട്രസിനകത്ത് ഫിക്സ് ചെയ്യുന്ന ചില പ്ലാസ്റ്റിക് ഡിവൈസുകളാണ്. ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെയൊക്കെ സഹായത്താൽ എന്താണ് യൂട്രസിനകത്ത് ഫിക്സ് ചെയ്യുന്ന ചില പ്ലാസ്റ്റിക് ഡിവൈസുകളാണ്. ഇനി അതൊന്ന് ശരിക്കും നോക്കിയോണം. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കയറി വരുന്നതാണ്. ഓക്കെ, ഇൻട്രാ യൂട്രിൻ ഡിവൈസസ്, അതൊന്ന് നന്നായിട്ട് ആ ടോപ്പിക് ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇൻട്രാ യൂട്രിൻ ഡിവൈസസ് എന്ന് പറയുമ്പം അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. നോൺ മീഡിയേറ്റഡ് IUDS, ഹോർമോൺ റിലീസിങ് IUDS, അതുപോലെ കോപ്പർ റിലീസിങ് IUDS. അങ്ങനെ IUDSനെ നമ്മൾ വീണ്ടും നോൺ മീഡിയേറ്റഡ് IUDS, കോപ്പർ റിലീസിങ് IUDS, ഹോർമോൺ റിലീസിങ് IUDS എന്നിങ്ങനെ 3ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അതിൽ അടുത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില പിൽസ്, ഗുളികകൾ ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിൽസാണ് മാലാഡി, അതുപോലെ തന്നെ സഹേലി. കണ്ടോ? അപ്പോൾ ഈ സഹേലി ഇത് ചോദിച്ചിട്ടുണ്ട്. സഹേലി എന്ന് പറയുമ്പോഴത്തേനും ഇത് ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പിൽസായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റാണ് ഈ സഹേലി. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് CDRIയിലാണ്. അപ്പം ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റാണ് ഈ സഹേലി. ഇത് CDRIയിൽ നിന്നാണ് CDRIയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. CDRI എന്ന് പറയുമ്പോൾ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ലക്നൌവിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. CDRI അവിടെ നിന്ന് ഇറക്കുന്ന ഒരു പില്ലാണ് അല്ലെങ്കിൽ ടാബ്ലറ്റാണ് ഈ സഹേലി. പിന്നെ അത് കൂടാതെ നമ്മൾ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിൽസ് എന്ന് പറയുമ്പോഴത്തേനും അത് കൂടാതെ മാലാഡി, മാലായൻ, ഇങ്ങനെ വേറെ ഒരുപാട് ടാബ്ലറ്റ്സ് ഇറക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സഹേലിയുടെ കാര്യം നമ്മളൊന്ന് ഓർത്തോണം. സഹേലി എന്ന് പറയുമ്പം സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിൽ നിന്നാണിത് മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കുന്നതാണ് ഈ സഹേലി. ഓക്കെ, പിന്നെ ഇഞ്ചക്ഷൻ ആൻഡ് ഇംപ്ലാന്റ്സ്, സ്കിന്നിൻ്റെ അണ്ടറിലോട്ട് ചില ഇഞ്ചക്ഷനും അതുപോലെ ഇംപ്ലാന്റേഷനും നമ്മൾ ചെയ്യാറുണ്ട്. അതും ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചില മെഡിസിൻസ് ഇഞ്ചെക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സർജിക്കൽ മെത്തേഡ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സർജിക്കൽ മെത്തേഡ്സ് അത് സർജറിയാണ് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് സർജിക്കൽ മെത്തേഡ്സ്. ഈ സർജിക്കൽ മെത്തേഡ്സിനെ വീണ്ടും എത്രയായിട്ട് തിരിക്കും? ഇതിനെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. വാസിക്ടമി, ട്യൂബിക്ടമി എന്നിങ്ങനെ സർജിക്കൽ മെത്തേഡ്സിനെ 2ആയിട്ടാണ് തിരിക്കുന്നത്. വാസിക്ടമി, ട്യൂബിക്ടമി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയഗ്രം നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ഈ ഡയഗ്രമാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. തന്നിട്ട് പറയും ഈ ട്രീറ്റ്മെൻറ്റ്സിന് പറയുന്ന അല്ലെങ്കിൽ ഈ സർജിക്കൽ മെത്തേഡ്സിന് പറയുന്ന പേരെന്താണ്. അതിൽ വാസിക്ടമി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ, ഓർത്തോണം. ടെസ്റ്റിസിൽ നിന്നുണ്ടാകുന്ന മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പെംസ് വെളിയിലോട്ട് വരുന്ന നാരോ ട്യൂബാണ് വാസ് ഡിഫറൻസ്. ആ വാസ് ഡിഫറൻസ് കട്ട് ചെയ്തിട്ട് അത് തിരിച്ചു വെച്ച് ടൈ ചെയ്ത് വിടുന്ന പരിപാടിയാണ് വാസിക്ടമി. എന്നാൽ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവം വരുന്നത് എങ്ങോട്ടാണ്? ഓവിഡക്റ്റ് എന്ന് പറയുന്നത് അഥവാ ഫാലൂപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന നാരോ ട്യൂബിലേക്ക്. ആ ഫാലൂപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് തിരിച്ചു വെച്ച് ടൈ ചെയ്ത് വിടുന്ന ആ ഒരു മെത്തേഡാണ് ട്യൂബിക്ടമി. അപ്പോൾ ട്യൂബിക്ടമി എന്ന് പറയുമ്പോഴത്തേനും ഫാലൂപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് വിടുന്ന സർജറിയാണ്. അതുപോലെ വാസിക്ടമി എന്ന് പറയുമ്പോൾ വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് വിടുന്ന സർജറിക്കാണ് വാസിക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ആ ഡയഗ്രമാണ് നമുക്ക് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേര് മാത്രം മനസ്സിലാക്കി വെക്കുക. വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്ന ആ ട്രീറ്റ്മെൻറ്റ് കാണുമ്പോഴേ ഓർത്തണം വാസിക്ടമി അതിന് പറഞ്ഞ പേര്. അതുപോലെ ഓവിഡക്റ്റ് കട്ട് ചെയ്ത് തിരിച്ചു വെച്ച് ടൈ ചെയ്ത് വിടുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞ പേരാണ്, ആ ഒരു സർജിക്കൽ മെത്തേഡ്സിന് പറഞ്ഞ പേരാണ് ട്യൂബിക്ടമി. ഇത് രണ്ടും ഓർമ്മയിൽ വെച്ചോണം. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത മനസ്സിലാക്കാനുള്ള ടോപ്പിക്കാണ് അടുത്തത് സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ പകരുന്ന രോഗങ്ങൾ. അതിനെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്
എന്നറിയപ്പെടുന്ന, അതായത് STD എന്നറിയപ്പെടുന്നത്. STDക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് വെനേറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ആ രോഗങ്ങൾ നമ്മൾ ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോസും ഓൾറെഡി ഉണ്ട്. അതിൻ്റെ ലെക്ചർ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഉണ്ട്. അത് നോക്കി നമ്മളൊന്ന് മനസ്സിലാക്കുക. അതിനകത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? സിഫിലിസ്, ഗൊണേറിയ, ജെനിറ്റൽ ഹെർപ്സ്, ജെനിറ്റൽ വാർട്സ്, ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, എയ്ഡ്സ്, HIV, ഇങ്ങനെ കുറേ, ഹെപ്പാറ്റൈറ്റിസ് B, ഇങ്ങനെ സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ പകരുന്ന കുറേ രോഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ആ രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള കോസൽ ഏജൻസ് ആരാണ്? ചിലത് ബാക്ടീരിയയാണ്, ചിലത് വൈറസാണ്, ചിലത് പ്രോട്ടോസോവനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് ഒന്ന് ഓർമ്മ വെക്കുക. പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള 3 ഡിസീസസ് ആണ് STDക്കകത്ത്. ഒന്ന് എയ്ഡ്സ്, 2 അപ്പം ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്, ഡിസീസസ് ഉണ്ട്. അതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള, മരണം സംഭവിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസീസ് എന്ന് പറയുമ്പം ഈ 3 എണ്ണമാണ്. ഒന്ന് ജെനിറ്റൽ ഹെർപ്സ്, പിന്നെ ഹെപ്പാറ്റൈറ്റിസ് B, അതുപോലെ എയ്ഡ്സ്. അപ്പോൾ ഈ ജെനിറ്റൽ ഹെർപ്സ് എന്ന് പറയുമ്പോൾ ഹെർപ്സ് സിംപ്ലക്സ് എന്ന് പറയുന്ന ഓർഗാനിസമാണ് ആ രോഗം ഉണ്ടാക്കുന്നത്. ഏത്? ജെനിറ്റൽ ഹെർപ്സ്. അപ്പോൾ ഈ ജെനിറ്റൽ ഹെർപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഹെർപ്സ് സിംപ്ലക്സ് എന്ന് പറയുന്ന വൈറസാണ് ആ രോഗം ഉണ്ടാക്കുന്നത്. അതുപോലെ ഹെപ്പാറ്റൈറ്റിസ് B, അതും വൈറസാണ്. ആ വൈറസിന് പറഞ്ഞ പേര് ഹെപ്പാറ്റൈറ്റിസ് B വൈറസ് എന്ന് പറയും. അതുപോലെ എയ്ഡ്സ്, അതും വൈറസാണ്. ആ വൈറസിന് പറഞ്ഞ പേരാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3ഉം, ബാക്കിയുള്ള ഡിസീസ് എല്ലാം ക്യൂറബിൾ ആണ്. ഇത് മാത്രമേ ഉള്ളൂ, ഈ 3 എണ്ണേ ഉള്ളൂ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ 3 എണ്ണം ആണ് ഡേഞ്ചറസ് ആയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെക്കുക. അത് ഒരു തവണ ആനുവൽ എക്സാമിനേഷൻ ചോദിച്ചാണ്. കുറേ ഡിസീസിൻ്റെ പേര് തന്നിട്ട് അതിനകത്ത് ക്യൂറബിൾ അല്ലാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ ഒന്ന് ജസ്റ്റ് പേര് ഓർമ്മ വെച്ചോണം. ഇനി അടുത്ത നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ് MTP. ഇത് നിങ്ങൾക്ക് ഡെഫിനിഷൻ നിങ്ങൾക്ക് അങ്ങ് തന്നിട്ട് ഇതിന് പറയുന്ന പേരെന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ദ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടൈം ഈസ് നോൺ as ആണ് MTP. പ്രഗ്നൻസി ഫുൾ ടൈം കണ്ടീഷനിൽ എത്തുന്നതിന് മുമ്പ് അത് ടെർമിനേറ്റ് ചെയ്ത് കളയുക. അതിനെയാണ് നമ്മൾ MTP എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ തന്നു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് MTP എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി MTP എന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന അടുത്ത ഒരു ടോപ്പിക്കാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ്. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കിടക്കുന്നത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കണം. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കിടക്കുന്ന ടോപ്പിക്കാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികൾ ഉണ്ടാകാതെ വരുന്നൊരവസ്ഥയാണ്. ഓക്കെ, കപ്പിൾസിന് കുട്ടികൾ ഉണ്ടാകാതെ വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ മെഡിക്കൽ സയൻസ് വളരെയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഈ ഇൻഫെർട്ടിലിറ്റിക്ക് ധാരാളം ട്രീറ്റ്മെൻറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഫസ്റ്റ് വൺ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സൈഗോട്ട് ഇൻട്രാ ഫാലൂപ്പിയൻ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഇൻട്രാ യൂട്രിൻ ട്രാൻസ്ഫർ. അപ്പോൾ സൈഗോട്ട് ഇൻട്രാ ഫാലൂപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലബോറട്ടറി കണ്ടീഷനിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ആ ഫെർട്ടിലൈസേഷൻ നടന്ന ഫീമെയിൽ ഗമേറ്റിനെയാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ആ സൈഗോട്ടിനെ മദറിൻ്റെ ഓവിഡക്റ്റിലോട്ട്, ഫാലൂപ്പിയൻ ട്യൂബിലോട്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അത് സക്സസ് ആയില്ലെങ്കിൽ പിന്നെ വീണ്ടും അതുപോലെ തന്നെ ലബോറട്ടറി കണ്ടീഷനിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തിയിട്ട് അതിനെ പിന്നെ മോറിലയാക്കി മാറ്റിയിട്ട് പിന്നീട് എന്ത് ചെയ്യും? മദറിൻ്റെ യൂട്രസിനകത്തോട്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഇൻട്രാ യൂട്രിൻ ട്രാൻസ്ഫർ. അപ്പോൾ ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പേര് ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഗമേറ്റ് ഇൻട്രാ ഫാലൂപ്പിയൻ ട്രാൻസ്ഫർ. ഓവം പ്രൊഡ്യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ അത് ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള കപ്പാസിറ്റി കാണത്തില്ല. അങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള മദറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വേറെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഏതെങ്കിലും ഒരു മദറിൽ നിന്ന്
സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മളൊരു ഓവം വാങ്ങിയിട്ട് അതിനെ ഫാദറിൻ്റെ മെയിൽ ഗമേറ്റ്സുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തിയിട്ട് പിന്നീട് അത് ആ ഗമേറ്റ്സിനെ ഫെർട്ടിലൈസേഷൻ നടത്തിയില്ലെങ്കിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ മറ്റൊരു മദറിൻ്റെ ഇന്ന് വാങ്ങുന്ന ഓവം ആ ഓവം പ്രൊഡ്യൂസ് ചെയ്യാത്ത മദറിൻ്റെ ഫാലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഗമേറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. പിന്നെ എഗ്ഗിലെ സൈറ്റോപ്ലാസ്മിനകത്തോട്ട് സ്പേമിനെ ഡയറക്റ്റ് ഇഞ്ചെക്റ്റ് ചെയ്യും. അതാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. എന്നിട്ട് മദറിൻ്റെ ഫാലോപ്പിയൻ ട്യൂബിലോട്ടോ അല്ലെങ്കിൽ യൂട്രസിലോട്ടോ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അത് നമ്മൾ വജൈനയിലോട്ട് ആർട്ടിഫിഷ്യലായിട്ട് സെമനെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഓക്കെ. വജൈനയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അത് സക്സസ് ആയില്ലെങ്കിൽ പിന്നീട് യൂട്രസിലോട്ട് ഡയറക്റ്റ് സെമനെ ഇഞ്ചെക്റ്റ് ചെയ്യും. അതാണ് ഇൻട്രാ യൂട്രിൻ ഇൻസെമിനേഷൻ. കണ്ടല്ലോ. അപ്പം മക്കളെ, ഈ ടോപ്പിക്ക് വളരെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കയറി ചോദിക്കുന്നതാണ്. ചിലപ്പോൾ സ്വിഫ്റ്റും ഗിഫ്റ്റിൻ്റെയും എന്താണ് അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കും, ഡിഫറൻസ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എഴുതിയാൽ മതി. സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഗമേറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ. ഇനി ഇത് കൂടാതെ ജസ്റ്റ് ഇതിൻ്റെയും കൂടെ എക്സ്പാൻഷൻ ഒന്ന് ഓർമ്മ വെച്ചോണം. RTI, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതാണ് RTI. ഓക്കെ. അതിൻ്റെയും കൂടെ ഫുൾ ഫോം ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കി വെച്ചോണം. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതാണ് RTI. അടുത്തത് ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, അതാണ് ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്കൊന്ന് നോക്കി വെച്ച് മനസ്സിലാക്കി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.